ഇതൊരു ഹോണ്ട ആക്റ്റീവ്. ഇത് തീരെ മൈലേജ് കുറവാണെന്ന് പറഞ്ഞ് വന്ന വണ്ടിയാണ്. അത് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ പ്ലഗ് അഴിച്ച് നോക്കി. പ്ലഗ് അഴിച്ച് നോക്കിയപ്പോൾ പുതിയ പ്ലഗ് കിടക്കുന്നത്. പുതിയ പ്ലഗ് ഭയങ്കര കരിയാണ്. പോയിൻ്റ് ഉണ്ട് കറുത്തിരിക്കുന്നത്. ഒരുമാതിരി മൈലുള്ള വണ്ടിയാണ്. ഈ പ്ലഗിൻ്റെ പോയിൻ്റ് നല്ലതായിട്ട് ചുമന്നിരിക്കും. നല്ല കത്തലാണെങ്കിൽ ഇതിപ്പം നല്ലതായിട്ട് കത്തുന്നില്ല. നമുക്ക് കാർബറേറ്ററും പിന്നെ എയർ ഫിൽറ്ററും നോക്കാം. ഫസ്റ്റ് നമുക്ക് എയർ ഫിൽറ്റർ അഴിച്ച് നോക്കാം. എയർ ഫിൽറ്റർ ബ്ലോക്ക് വല്ലതും ഉണ്ടോ? ഇവിടെ മാർക്ക് വീടുണ്ട്. ഈ കവർ പോയതാണ്. എയർ ഫിൽറ്റർ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ തീരെ പോയതല്ല. ഇതൊന്നും കാണുന്നില്ല. അഴിച്ചെടുക്കാം. കാർബറേറ്റർ അഴിച്ചെടുത്തു. ഇനി ഇതിൻ്റെ അടിവശം നമുക്ക് അഴിച്ച് നോക്കാം. ജോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാർബറേറ്റർ എയറൊക്കെ അടിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കാർബറേറ്റർ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എയറൊക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു കാര്യൂടെ നോക്കാനുണ്ട്. ഇതിൻ്റെ വാൽവ് കൂടെ നോക്കിയേക്കാം. നമുക്ക് വാൽവ് എല്ലാം കൊണ്ട് കിടക്കണമെന്ന്, ടൈറ്റായി കിടക്കണം. അത് സോസ് സ്പീഡ് നിൽക്കാത്ത ചിലപ്പോൾ ആ കുഴപ്പം കൊണ്ട് അങ്ങനെ സംഭവിക്കാം. വാൽവ് കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ സോസ് സ്പീഡ് നിൽക്കത്തില്ല. നമുക്ക് ഇതിൻ്റെ ടോപ്പ് കവർ ഊരിയിട്ട് നോക്കാം. ടോപ്പ് കവർ ഊരി എടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് വേണം ഈ വാൽവിൻ്റെ ക്ലിയറൻസ് നോക്കാൻ. വാൽവ് കൊണ്ട് കിടക്കണമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിംഗ് വെക്കണം. ടൈമിംഗ് കറക്റ്റായിട്ട് വെക്കാം. പിക്കറെ ഒട്ടി കറക്റ്റ് ടൈമിംഗ് ആക്കാം. ഇത് ഞാൻ കറക്റ്റ് ടൈമിംഗ് ആക്കിയത് നോക്കി. ഈ ഒരു വാൽവ് ശരം കൊണ്ടാണ് കിടക്കുന്നത്. ഇച്ചിരി ടൈറ്റ് കൂടുതൽ. ഇത് പക്ഷേ കുഴപ്പമില്ല. ഇത് കറക്റ്റാണ് ആയതുകൊണ്ട്. പക്ഷേ ഇത് ഇച്ചിരി ടൈറ്റായിട്ട് ആക്കുന്നത്. പക്ഷേ കറക്റ്റ് ലൂസാക്കി കറക്റ്റ് ക്ലിയറൻസ് ആക്കാം. ഈ വാൽവ് കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഫ്ലോ സ്പീഡ് കറക്റ്റാകത്തില്ല. കറക്റ്റ് സെറ്റ് ചെയ്യും. വാൽവ് കറക്റ്റ് സെറ്റ് ചെയ്യും. വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശകലം പ്ലേ ആക്കിയിട്ടുണ്ട്. ഈ വാൽവിന് കുഴപ്പമില്ല. ഇതായിരുന്നു ഇച്ചിരി കൊണ്ട് കിടന്നത്. കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു പ്ലേ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കവർ വെച്ച് മുറുക്കി കാർബറേറ്റർ സെറ്റ് ചെയ്യാം. ടോപ്പ് കവർ വെച്ച് മുറുക്കി കാർബറേറ്റർ വെച്ച് സെറ്റ് ചെയ്ത് സ്റ്റാർട്ടാക്കി നോക്കാം. കാർബറേറ്റർ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തു. വാൽവ് സെറ്റ് ചെയ്തു. എയർ ഫിൽറ്റർ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പഴയ പ്ലഗ് തന്നെ ഇടുന്നത്. പ്ലഗ് ക്ലീൻ ചെയ്തിടാം. എന്നിട്ട് ഇത് സ്റ്റാർട്ടാക്കി കുറച്ച് സമയം സ്റ്റാർട്ടിങ് നിർത്തിയിട്ട് ഒന്ന് അഴിച്ച് നോക്കണം. പ്ലഗ് അഴിച്ച് നോക്കുമ്പോൾ ഇതുപോലെ കരി പിടിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. പ്ലഗ് നല്ലതായിട്ട് പേപ്പർ പിടിച്ച് സാൻഡ് പേപ്പർ പിടിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്ലഗിൻ്റെ ഗ്യാപ്പ് ഒരു ഐസോബീഡിൻ്റെ ഒരു ബ്ലേഡിൻ്റെ ഗ്യാപ്പോ ഇടാവുള്ളൂ. ആക്റ്റീവ് സ്റ്റാർട്ടാക്കി ഇപ്പം ട്യൂൺ ചെയ്ത് നോക്കാം. സോസ് സ്പീഡ് കൂട്ടി വെച്ചേക്കുവാണ്. ഇതിപ്പം എയർ ഫ്ലോ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് വണ്ടി ഇങ്ങനെ റണ്ണിങ് നിൽക്കട്ടെ. എന്നിട്ട് ഈ പ്ലഗ് ഒന്ന് അഴിച്ച് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിട്ട്. നമുക്കിത് ഇനി ഓഫ് ചെയ്തിട്ട് പ്ലഗ് ഒന്ന് അഴിച്ച് നോക്കാം.
ചൂടാണ്. പ്ലഗ് നല്ല വെളുത്തായിരിക്കുന്നു കണ്ടോ. ഇത് നല്ലതായിട്ട് വയറിങ് കറക്റ്റായി ട്യൂണിങ് എല്ലാം കറക്റ്റായതുകൊണ്ട് പ്ലഗ് നല്ല ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. ഈ വണ്ടിക്ക് നല്ല മൈലേജും കിട്ടും, പ്ലഗ് കംപ്ലൈൻറ്റും വരത്തില്ല, പ്ലഗ് പോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കരി പിടിച്ച് കഴിയുമ്പോൾ പ്ലഗ് ഷോട്ടിങ് ആയിപ്പോയി, പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് വണ്ടിക്ക് കിട്ടും, ഒരു 40-42 കിലോമീറ്റർ മൈലേജ് കിട്ടും. 40 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുവാണെങ്കിൽ വണ്ടി ഓക്കെ ആയിട്ടുണ്ട്.